സമൂഹത്തിൽ ഇന്ന് അത്യാവശ്യമായ ഒരു കഥ അല്ലെങ്കിൽ ഒരു സന്ദേശം കാലം പറഞ്ഞ കഥ സിറ്റി ട്രാഫിക് നൽകുന്നു. അമ്മയും മകനും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം. ഒരു കുട്ടി അവൻ നല്ലവനും ചീത്തയും ആകുന്നത് മാതാപിതാക്കളുടെ ഇടപെടലുകളിലൂടെ. ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ കാണുന്നു. അമ്മയെ മക്കൾ കൊല്ലുന്നു, മക്കളെ അമ്മ കൊല്ലുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഒരു സ്ത്രീയെ കോടതി ശിക്ഷിച്ചു. ആ കുഞ്ഞിനെ കടലിൽ എറിഞ്ഞു കൊന്ന്, ചോരിൽ എറിഞ്ഞു കൊന്ന ഒരു സ്ത്രീ. അതുപോലെ തന്നെ വെഞ്ഞാറമൂടിനടുത്ത് അമ്മയെയും സഹോദരനെയും ഒക്കെ കൊന്ന ഒരു ചെറുപ്പക്കാരൻ്റെ സംഭവവും കഥയും നമ്മൾ കേട്ടു. ഇത്തരം സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് പറയുന്ന ഒരു ക്രൈം ത്രില്ലർ സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു ക്രൈം സ്റ്റോറിയോ അല്ല കാലം പറഞ്ഞ കഥ സിറ്റി ട്രാഫിക്. ഈ കഥയിൽ, ഈ സിനിമയിലൂടെ സംവിധായകൻ സമൂഹത്തിനോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. അത് സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കണം. എന്തായിരുന്നാലും അജാസ് എന്ന ഒരു നായകനെ കൂടി, കുഞ്ഞു നായകനെ കൂടി നമുക്ക് ഈ സിനിമയിലൂടെ കിട്ടുകയാണ്. ദോശക്കല്ല് ചാക്കോ എന്നതാണ് എൻ്റെ ക്യാരക്ടർ. അതിൽ ഈ ദോശക്കല്ല് ചാക്കോ പാടുന്ന ഒരു പാട്ടും വയലാർ സത്യചന്ദ്രവർമ്മ സാർ എഴുതിയ ഒരു പാട്ടാണ്. അജയ് ഒച്ചറയാണ് അതിൻ്റെ സംഗീതം. ആ പാട്ടിൽ പറയുന്നത്, കോലമാകെ മാറി മാറി ലോകമിന്നാകെ, നേരറിയാതെ നേരുമില്ലാതെ, ചെണ്ടമേളം എന്ന പോലെ ചങ്കിടിപ്പാണേ, സങ്കടങ്ങളേറി വരും നെഞ്ചരിപ്പാണേ. അതെ, നമ്മുടെ നെഞ്ചിൽ ഒരുപാട് തറയ്ക്കുന്ന ഒരു കഥ, ഒരു സിനിമ. വളരെ ആർദ്രമായ ഒരു കുടുംബകഥ കാലം പറഞ്ഞ കഥയിലുണ്ട്. അത് സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കണം. എന്തായിരുന്നാലും സിനിമാ പ്രേമികൾക്ക്, പ്രേക്ഷകർക്ക്, മലയാള സിനിമയ്ക്ക് വളരെ നല്ലൊരു മുതൽക്കൂട്ടായ ഒരു സിനിമ തന്നെയാണ് കാലം പറഞ്ഞ കഥ സിറ്റി ട്രാഫിക് എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഈ സിനിമ വിജയിപ്പിക്കാൻ ഞങ്ങളോടൊപ്പം തന്നെ നിങ്ങളും ഞങ്ങൾക്ക് ഉള്ള സഹകരണം നൽകണം. എല്ലാവരുടെയും സഹകരണങ്ങളും സഹായങ്ങളും പ്രതീക്ഷിക്കുക.